പ്രജീഷ്, ഇനി വരുന്ന മണിക്കൂറുകളിൽ ഇവിടെ നടക്കാൻ പോകുന്ന പരിശോധന അതിനിർണായകമാണ്. കാരണം നമ്മൾക്കറിയാം, മുണ്ടക്കൈ അടക്കമുള്ള മേഖലകളിൽ ഇതുവരെ രാത്രിയിൽ നമ്മൾക്ക് പരിശോധനകൾ നടത്താനുള്ള ഒരു സാധ്യതയില്ലായിരുന്നു. ഇത്തരത്തിൽ ഒന്നെങ്കിൽ മൂടൽ മഞ്ഞോ ഇരുട്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ കനത്ത മഴയോ ഒക്കെ തന്നെ വൈകുന്നേരങ്ങളിൽ പലപ്പോഴും രക്ഷാപ്രവർത്തനത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, തടസ്സം നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ മുൻ ദിവസങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇന്ന് അർദ്ധരാത്രി വരെയും അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇത്തരത്തിൽ ഒരു സാന്നിധ്യം കണ്ടെത്തുന്നത് വരെ അത് മനുഷ്യ സാന്നിധ്യമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഉദ്യോഗസ്ഥർക്ക് തീർച്ചപ്പെടുത്താൻ കഴിയുന്നില്ല. ഇപ്പോൾ ഏകദേശം നമ്മൾക്ക് പിറകിലായി കാണുന്ന ഈ പ്രദേശത്താണ്, എനിക്ക് പിറകിലായി കാണുന്ന ഈ ഒരു ഭാഗത്തായാണ് ഏകദേശം മുൻപൊരു വീടുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നത്. ആ വീട്ടിലുള്ള രണ്ടുപേർ ഇപ്പോഴും കാണാമറയത്താണ്. ആ വീട്ടിൽ നിന്ന് കാണാതായ അല്ലെങ്കിൽ വീട് തകർന്ന് കാണാതായ രണ്ടുപേരിൽ ഏതെങ്കിലും ഒരാളുടെ ഇത്തരത്തിലുള്ള ഒരു സാന്നിധ്യമാകാം അവിടെ കിട്ടിയിട്ടുണ്ടാവുക എന്നാണ് ഇവിടെ പ്രദേശവാസികളുടെ ഒക്കെ തന്നെ അഭിപ്രായം. എന്തായാലും ഇവിടെ പരിശോധനകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മുൻ ദിവസങ്ങളിൽ നിന്നൊക്കെ തന്നെ വ്യത്യസ്തമായി ഇവിടെ രാത്രി പരിശോധന തുടങ്ങുന്നത് ഇനി വരുന്ന മണിക്കൂറുകളിലെ പരിശോധനയുടെ വേഗതയുടെ ഒരു സൂചന മാത്രമാണ്. ഇനി ഇവിടെ രാവും പകലുമില്ലാതെ പരിശോധനകൾ കൃത്യമായി നടക്കും.